നമസ്കാരം. ഞായറാഴ്ചയായിട്ട് ഞാൻ രാവിലെ കവലയിലേക്ക് പോണ വഴിയിൽ ജോമോൻ്റെ കാറ്ററിംഗ് യൂണിറ്റിൽ നല്ല തിരക്കുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ പണി നടക്കേണ്ടത് മനസ്സിലായി. ജോമോൻ നമ്മുടെ ഫ്രണ്ടാണ്. എന്നാൽ ഇന്നൊരു ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ ആവാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഇന്ന് നമ്മുടെ അയ്മുറി പള്ളിയുടെ തെക്കേ അങ്ങാടിയിലെ കനാൽ പാലത്തിൽ പുതുതായിട്ട് പണി കഴിപ്പിച്ച കുരിശും തൊട്ടിയുടെ എന്ന് വെച്ചാൽ കപ്പളയുടെ വെഞ്ചിരിപ്പ് നടക്കാണ്ട. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവിടെ വിളമ്പാനുള്ള 2000 പേർക്കുള്ള നെയ്ച്ചോറും ഇറച്ചിയും വെക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ ജോമനും കൂട്ടരും. ഞാനവിടെ ചെന്നപ്പോഴത്തേക്ക് ഉണ്ടാക്കാനുള്ള വിഭവങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇറച്ചി കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്, സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, തക്കാളി, മുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, വേപ്പില എല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അടുപ്പ് കത്തിക്കാനുള്ള പരിപാടിയിലായിരുന്നു. അങ്ങനെ ചട്ടി വെച്ച് ഇറച്ചി ഓരോ കൊട്ടയായിട്ട് ഇട്ടിട്ട് തുടങ്ങിയിട്ടാ. ഈ പരിസരത്തുള്ള ചേട്ടന്മാരൊക്കെ തന്നെയാണ് ജോമോൻ്റെ കൂടെ ഇവിടെ വർക്കിന് നിൽക്കുന്നത്. നമ്മുടെ നാട്ടിലൊരു പയ്യൻ്റെ സംരംഭം എന്നുള്ള നിലയ്ക്ക് വളരെ സന്തോഷത്തോടെയും ആത്മാർത്ഥത്തോടും കൂടി തന്നെയാണ് ചേട്ടന്മാരെല്ലാവരും ജോമോൻ്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ജോമോൻ. പൊടികൾ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുത്തോണ്ടിരിക്കാണ്ട. മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി എല്ലാം കൃത്യമായ അളവിൽ ഇട്ട് കൊടുത്തോണ്ടിരിക്കാണ്ട. അപ്പുറത്ത് ചെറിയൊരു ചെമ്പിലും കൂടി ഇറച്ചി വേണ്ട, 2 ചെമ്പിലായിട്ടാണ് ഇറച്ചി വെക്കുന്നത്. പിന്നെ സവാള ഇട്ട് കൊടുത്തു. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് തിളയ്ക്കാൻ വെച്ചുട്ടാ. അതിനിടയിൽ കുറച്ച് പേര് അവിടെ കഴിക്കാൻ തയ്യാറാക്കിയ എല്ലും കപ്പയും വെച്ചത് കഴിക്കണ്ടട്ടാ. നാട്ടുകാരായ പരിപാടിയായിട്ട് ബന്ധപ്പെട്ട ആളുകളാണ് അവര്. അവർക്ക് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ചോറ് റെഡി ആയിട്ടാ. അതിനിടയിൽ ബാക്കി പണികളൊക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. പരിപ്പ് കറിക്കുള്ള പാത്രം വെച്ച് അതിൻ്റെ പരിപാടികളൊക്കെ നോക്കാണ്ടാ. പരിപ്പ് കഴുകി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതിൻ്റെ സവാളയും ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് അത് തിളച്ച് കഴിയുമ്പോൾ പരിപ്പ് ഇട്ട് കൊടുത്ത് അത് റെഡിയാക്കാനുള്ള പരിപാടിയിലാണ്. അതിൻ്റെ ഇടയിൽ ഇവിടെ തക്കാളി അരിയുണ്ട്, അതുപോലെ പച്ചമുളക്, ഇഞ്ചിയൊക്കെ പേസ്റ്റ് ആക്കാനുള്ള പരിപാടി നടക്കുന്നുണ്ട്. അതിനിടയിൽ ഇറച്ചി അടുപ്പത്ത് ചേർന്ന് തിളച്ചോട്ടാ. അപ്പോൾ അവർ ഇളക്കിയിടാനുള്ള പരിപാടിയിലാണ്. ആ ചേട്ടന്മാരത് ഇളക്കിയിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ജോമോനും ഇടയ്ക്ക് വന്ന് ഇളക്കിയിടാൻ കൂടും. അങ്ങനെ ഇളക്കി മറിച്ച് വേവുന്നത് വരെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കും കേട്ടോ. അതിനിടയിൽ ഇവിടെ ചേട്ടന്മാർ അരി അടപ്പത്തിനുള്ള പരിപാടിയിലാണ് കേട്ടോ. അരി അളന്നെടുത്ത് കഴുകി നെയ്ച്ചോറ് ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. ജോമോൻസ് കാറ്ററിംഗിൽ എല്ലാവിധ ഭക്ഷണങ്ങളും ഓർഡർ അനുസരിച്ച് ചെയ്തു കൊടുക്കും. വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ എല്ലാം. അയ്മുറി ജംഗ്ഷനിൽ ജോമോൻസ് കിച്ചൺ എന്ന ഹോട്ടലും ഇവർ നടത്തുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ വിവിധ പരിപാടികൾ ജോമോൻസ് കാറ്ററിംഗിലെ ഫുഡ് ഞാൻ കഴിച്ചിട്ടുണ്ട്. നല്ല ഫുഡാണ്. എത്ര പേർക്കുള്ള ഫുഡാണെങ്കിലും ഉണ്ടാക്കി എത്തിച്ചു തരും കേട്ടോ. കൂപ്പടി പഞ്ചായത്തിലെ പടിക്കലപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ജോമോൻ്റെ കാറ്ററിംഗ് യൂണിറ്റ് ഉള്ളത്. അങ്ങനെ പരിപാടിയിൽ വിളമ്പാനുള്ള ഇറച്ചിക്കറിയും പരിപ്പ് കറിയും നെയ്ച്ചോറും ഒക്കെ റെഡി ആയിട്ടാ. എന്നിട്ട് ഈ ഫുഡൊക്കെ പരിപാടി നടക്കുമ്പോഴത്തേക്ക് കൊണ്ടുപോയി അങ്ങനെ കപ്പളയിൽ വെഞ്ചിരിപ്പൊക്കെ കഴിഞ്ഞ് എല്ലാവരും സന്തോഷത്തോടെ ഫുഡൊക്കെ കഴിച്ച് തൃപ്തികരമായി പിരിഞ്ഞു കേട്ടാ. നല്ല ഫുഡാണ് കേട്ടാ. ജോമോൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാട്ടാ. അപ്പോൾ താല്പര്യമുള്ളവർ വിളിച്ചോളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്തേക്കട്ടാ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.